മംഗളൂരു ആൾക്കൂട്ട കൊലപാതകത്തിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. മംഗളൂരു റൂറൽ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ശിവകുമാർ, ഹെഡ് കോൺസ്റ്റബിൾ ചന്ദ്ര, കോൺസ്റ്റബിൾ എല്ലാലിംഗ എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ഞായറാഴ്ചയാണ് വയനാട് പുൽപ്പള്ളി സ്വദേശി അഷ്റഫിനെ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചുവെന്ന് ആരോപിച്ച് 30ഓളം വരുന്ന സംഘം തല്ലിക്കൊന്നത്. കെ വി ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഈ ആൾക്കൂട്ട കൊലപാതകത്തിന് പിന്നാലെ ഉയർന്നു വന്നതാണ്. പ്രതികളെ പോലീസ് 20ഓളം പേരെ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ സംഭവത്തിന് തൊട്ട് പിന്നാലെ തന്നെ ഏത് സാഹചര്യത്തിലാണ് 3 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഇവരുടെ ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ച ഈ കൊലപാതകത്തിൽ അല്ലെങ്കിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായത് വീഴ്ച ഉണ്ടായെന്നാണോ കണ്ടെത്തൽ? തീർച്ചയായും ടോമെ, സിറ്റി പോലീസ് കമ്മീഷണർ അനൂപ് അഗർവാൾ നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ വലിയ വീഴ്ച ഈ മംഗളൂരു റൂറൽ പോലീസിലെ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഇതിൽ വിലോപം ഉണ്ടായിരിക്കുന്നു. അതുകൂടാതെ ആൾക്കൂട്ട കൊലപാതകം എന്ന വകുപ്പ് ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ കണ്ടെത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ സംഭവം നടന്നത് 3 മണിക്കാണ്. അതായത് ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തിയത് 2 മണിക്കൂറിന് ശേഷമാണ്. അതായത് 2 മണിക്കൂറോളം അഷ്റഫ് ഇവിടെ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ആ സമയത്ത് തന്നെ പോലീസിന്റെ ഇടപെടൽ ഉണ്ടാവുകയും പോലീസ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ജീവൻ വരെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് പൊതുവെ അവിടെ നിന്നുള്ള ഉൾപ്പെടെ ഇവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഒരു ആരോപണം ഉന്നയിച്ചത്. ഏതായാലും വലിയ പ്രതിഷേധം പോലീസിന്റെ ഈ തുടക്കത്തിലുണ്ടായ ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ 3 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി വരുന്നത്. ഏതായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 20 പേരെയാണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 30ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതായത് ഈ ക്രിക്കറ്റ് കളി നടക്കുന്ന ഇടത്തു നിന്നും പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം ഉണ്ടായിരുന്നത്. ഏതായാലും ഈ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചതിന് ഇതുവരെ പോലീസ് ഒരു സ്ഥിരീകരണം ഇതുവരെ നൽകിയിട്ടില്ല. ഇപ്പോഴും ഈ കേസിൽ ഒരു ദുരൂഹത തുടരുന്നുണ്ട് എന്ന് വേണം പറയാൻ. അതിനുശേഷം ഇയാളെ നിലത്ത് വീണ് ഇയാളെ ചവിട്ടിയും അതുപോലെ തന്നെ ക്രിക്കറ്റ് സ്റ്റമ്പും ബാറ്റും ഒക്കെ ഉപയോഗിച്ച് ക്രൂരമായി അടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ആ ഒരു ടാർപ്പാളിനിട്ട് ഇയാളെ 2 മണിക്കൂറോളം അവിടെ തന്നെ കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ആന്തരിക രക്തസ്രാവത്തെ തുടർന്നാണ് മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബന്ധുക്കൾ അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത്. കാരണം ഈ സംഭവം നടന്ന അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ അഷ്റഫിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. ഏതായാലും അഷ്റഫിന്റെ ഈ ഇത്തരത്തിൽ ആൾക്കൂട്ട കൊലപാതകം നടത്തിയത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട ഒരു ആക്ഷൻ കമ്മിറ്റി ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. ഏതായാലും അഷ്റഫ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ മംഗളൂരുവിലെത്തിയ ആളാണ്. ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ആക്രി സാധനങ്ങളൊക്കെ പെറുക്കി അത് വിൽപ്പന നടത്തി ഉപജീവനം നടത്തുന്ന ഒരാളാണ്. ഇയാൾ എങ്ങനെയാണ് ഈ 10 കിലോമീറ്ററോളം ദൂരമുള്ള മംഗളൂരു നഗരത്തിൽ നിന്നും 10 കിലോമീറ്ററോളം ദൂരമുള്ള ഈ സ്ഥലത്തേക്ക് എത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷണത്തിലുണ്ട്. ഏതായാലും പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ മംഗളൂരു റൂറൽ പോലീസിലെ SI, അതായത് സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള 3 പേരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇവർക്ക് വീഴ്ച കൃത്യമായി സംഭവിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ എത്തിക്കുന്ന വൈകി എന്നതും ഇവർക്ക് സംഭവിച്ച ഒരു വീഴ്ചയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ആൾക്കൂട്ട കൊലപാതകം എന്ന ഒരു വകുപ്പ് അത് ചുമത്താതെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായത്. ഏതായാലും ആഭ്യന്തര മന്ത്രി ഉൾപ്പെടെ നേരിട്ട് ഈ കാര്യത്തിൽ പോലീസിന് നിർദ്ദേശം നൽകി. അത്തരത്തിൽ വളരെ ഗൗരവമായി തന്നെയാണ് കർണാടക സർക്കാർ ഈ സംഭവത്തെ കാണുന്നത്. മലയാളിയായ ഒരാളാണ് ഇത്തരത്തിൽ ക്രൂരമായ ഒരു കൊലപാതകത്തിന് ഇരയാകേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇന്നലെ തന്നെ സഹോദരനും മറ്റു ആളുകളും ഇന്നലെ തന്നെ ഇവിടെ മംഗളൂരുവിൽ എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു. 3 ദിവസം കഴിഞ്ഞാണ്, അതായത് ഞായറാഴ്ച കഴിഞ്ഞ് മലയാളി യുവാവിന്റെ കുടുംബാംഗങ്ങൾ അന്വേഷണത്തോട് വളരെ തൃപ്തികരമായിട്ടാണ് പ്രതികരിച്ചത്. പക്ഷേ ബൈജു, ഈ കേസ് അന്വേഷണത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ച പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? 30ഓളം പേർ ചേർന്ന് ആണ് ക്രൂരമായി ഈ യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രതികളും പോലീസിന്റെ പിടിയിലായിട്ടുണ്ടോ? തീർച്ചയായും ഈ കേസിൽ നിലവിൽ അന്വേഷണം തൃപ്തികരമാണ് എന്ന് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയും അതുപോലെ തന്നെ ബന്ധുക്കളും പറയുന്നത്. ഈ തുടക്കത്തിൽ
ഉണ്ടായ ഈ സംഭവം നടന്ന സമയത്തുണ്ടായ വീഴ്ചയാണ്. അതിനെ തുടർന്നുണ്ടായ ഇപ്പോൾ നടപടിയാണ് ഇപ്പോൾ ഉണ്ടായത്. അതിനുശേഷം പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചു, പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ നേരിട്ട് ഈ സംഭവ സ്ഥലത്തെത്തി ഇതിന് സംഭവത്തെ കുറിച്ച് അന്വേഷിക്കുന്ന സാഹചര്യമുണ്ടായി. ഇനിയും ഇതിൽ കൂടുതൽ പേർ ഇനി അറസ്റ്റിലാവാനുണ്ട്. 10ഓളം പേർ ഇനിയും അറസ്റ്റിലാകാനുണ്ട്. നിലവിൽ ആദ്യം 15 പേരെയാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. പിന്നീട് 5 പേരെ. വ്യക്തമാണ്. KV ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. മംഗളൂരുവിൽ ആൾക്കൂട്ട മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട മലയാളി യുവാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലാണ് 3 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കേസിൽ ഒളിവിലുള്ള മറ്റു പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുമുണ്ട്. മറ്റു പ്രധാന